ബിഗ് ബോസ് സീസൺ 7 സൺഡേ എപ്പിസോഡ്. അതായത് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഒരാളെ കൂടെ പുറത്ത് ചവിട്ടി ഇറക്കുന്ന എപ്പിസോഡിന്റെ പ്രൊമോ, ഒരു 3-4 പ്രൊമോ ഇന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഈ പ്രൊമോ ഒക്കെ എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ചെയ്തേക്കാമെന്ന്. പക്ഷേ വേറൊരു കേസുണ്ട്. എനിക്ക് ഏഷ്യാനെറ്റിൽ വന്ന വീഡിയോ അതേപോലെ ഇവിടെ സൈഡിൽ എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. മുട്ട പണി കിട്ടും, എൻ്റെ ചാനൽ പോകും. പ്രിയപ്പെട്ട ഏഷ്യാനെറ്റുകാരെ, പണിയൊന്നും തരല്ലേ, ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ എൻ്റെ ഈ ഫോണിൽ ഞാൻ നിങ്ങളെ പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, കേൾക്കാനും പറ്റും. നല്ല പറ്റുന്ന പോലെ നല്ല വൃത്തിക്ക് തന്നെ ഞാനത് കാണിക്കാൻ ശ്രമിക്കാം. കാരണം ഇത് നിങ്ങളെ കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആര്യന് ലാലേട്ടനെ വരെ പുച്ഛം കേട്ടോ. ആര്യൻ രൺബീർ കപൂർ ആയതുകൊണ്ട് രൺബീർ കപൂറിന് മലയാളത്തിൻ്റെ ലാലേട്ടനെ പുച്ഛമാണ്. ചെരുപ്പ് വലിച്ചെറിയാനും പല തോന്നിവാസങ്ങൾ കാണിക്കാനും ബിഗ് ബോസ് നേരിട്ടിറങ്ങി വന്ന് റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ആര്യൻ എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. പിടികിട്ടിയാ? അത്രയ്ക്കും അഹങ്കാരം പിടിച്ചൊരുത്തനാണ് അവൻ. അവനെ എടുത്തു വെച്ചു അരി വറക്കുന്നതാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കണ്ട പ്രൊമോ. അതിനുശേഷം പിന്നെ 1-2 രസകരമായിട്ടുള്ള പ്രൊമോകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഫുൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു 3-4 പേര് അവരുടെ സ്റ്റോറിയോടുള്ള ഒരു പുച്ഛം പോലെ എനിക്ക് തോന്നി. അതായത് അവിടെ നിന്ന് ചിരിക്കുന്നു, പിന്നെ അവിടെ പോയി കിടന്നു. ഞാൻ കിടന്ന് ചിരിച്ചു. ബാക്ക് പെയിൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇമോഷണൽ. എടേ, ഈ കിടന്നു ചിരിച്ചു എന്ന് പറയുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പാനി. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാ. ഈ കിടന്ന് ചിരിക്കുന്നവൻ്റെ അടുക്ക പോയി നിന്ന് ചിരിക്കുന്ന ഒരപ്പാനിയെ, അതായത് മനസ്സിലായി അപ്പാനിക്ക് അവൻ മറ്റേ കിടന്നങ്ങ് തൊലിക്കുവാണെന്ന് മനസ്സിലായില്ലേ, കളിയാക്കുവാണ്. ഒരാളുടെ ശോകമായിട്ടുള്ള കഥ കേട്ടപ്പോഴത്തേക്ക് അവനങ്ങ് ചിരിച്ച് തിമിർക്കുവാണെന്ന് അപ്പാനിക്ക് മനസ്സിലായി. അതിനെ സപ്പോർട്ട് ചെയ്ത് അപ്പാനി നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടതാണല്ലോ, ഞാൻ കണ്ടതാ. അതുകൊണ്ട് വലിയ മഹത് വ്യക്തി ആകാനൊന്നും അപ്പാനി ശ്രമിക്കണം ഇല്ല മോനെ. നീ അങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല. നാട്ടുകാർ കണ്ടതാ നിന്റെ പരിപാടി. ലാലേട്ടൻ എപ്പിസോഡിൽ നീ അത് ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാനിവിടെ പറയും, ഞാൻ കണ്ടതാ. അപ്പാനി ഇവൻ ചിരിച്ചെങ്കിൽ അതിനെക്കാട്ടിലും വലിയ തെമ്മാടിയാണ് അപ്പാനി. അതായത് ചിരിക്കുന്നവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ കൂടെ നിന്ന് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അവൻ്റെ കൂടെ നിന്ന് ചിരിച്ചവനാണ് ഈ അപ്പാനി എന്ന് പറയുന്ന കുപ്പാനി. അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് കാണാം. ഔട്ട്ബേസ്റ്റ് ആയി പോയി. ആ സമയത്ത് ഞാൻ ചിരിച്ചു പോയി. അല്ല, അപ്പൊ ചെരുപ്പ് വലിച്ചെറിഞ്ഞ ദേഷ്യം കാണിക്കാനുള്ള സ്ഥലങ്ങളല്ല. എന്ത് പണിഷ്മെന്റാണ് ക്യാപ്റ്റന് കൊടുക്കേണ്ടത്? ഇനി മേല ഇങ്ങനെ ഒരുത്തനെ ക്യാപ്റ്റൻ ആക്കരുത് ലാലേട്ടാ. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ വല്ല പരിപാടിയും കൊടുക്കാൻ പറ്റുമോ ഈ രൺബീർ കപൂറിന്? കുറച്ചെങ്കിലും അവൻ്റെ ഒരു അഹങ്കാരം ഒന്ന് കുറഞ്ഞു കിട്ടുമായിരുന്നേ. പ്രേക്ഷകർക്ക് അതൊരു സന്തോഷമായേനെ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടാ. നമുക്ക് രൺബീർ കപൂറിനെയും ഷാറൂഖ് ഖാനെയും ഒന്നും വേണ്ടടേ, അവരൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ മലയാളം പറഞ്ഞ് നമ്മളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. ഒരുപാട് സാധാരണക്കാരാണ് കാണുന്നത്. അവിടെ കിടന്ന് ഓക്കെ, അവൻ്റെ ഷോ, അവൻ രൺബീർ കപൂറാണ്, അവൻ കപൂർ പരിപാടി കാണിച്ചോട്ടെ. പക്ഷേ ഈ ഒരുമാതിരി നിലപാടില്ലാത്ത പരിപാടി ഇന്നലെ ലാലേട്ടൻ പൊളിച്ച് കൈ കൊടുക്കുന്ന കണ്ടല്ലോ, അങ്ങനെയുള്ളവർ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല. നമുക്ക് ബാക്കി കാണാം. ഞാൻ ഇതിൽ നിന്നൊരു കാർഡ് എടുക്കാം. ആരാണ് 4? ഏതെങ്കിലും ഒരു സൈഡിലെ പേപ്പർ എടുക്കും. നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്ന് തോന്നുന്ന ഒരാളെ വിളിച്ചിട്ട് മറ്റേ പേപ്പർ ഇളക്കാൻ പറയാം. പ്രേക്ഷകരുടെ വിധി പ്രകാരം അപ്പൊ എന്റെ അടുത്തേക്ക് വന്നോളൂ. നമ്മുടെ അനുമോളുടെ കരച്ചിലൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നത് ശൈത്യ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് വലിയൊരു ഗെയിമൊന്നും ശൈത്യക്കില്ല, മനസ്സിലായില്ലേ? ഒരു ഗെയിമും ഇല്ല ശൈത്യക്ക്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശൈത്യ, സറിക അവിടെ ചെന്നിട്ട് മറ്റേ ഹോട്ട് സീറ്റ് കളിയുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഗെയിം പരിപാടികളൊന്നുമില്ല. പിന്നെ നമ്മുടെ രേണു ചേച്ചിയെ ബിഗ് ബോസ് മാമൻ അതിനകത്ത് കുറച്ച് നാൾ പിടിച്ച് നിർത്തും. അത് വേറെ കാര്യം. ചേച്ചിയുടെ പെയിൻ കഥയും ചേച്ചിയുടെ സുതിച്ചേട്ടാ കിച്ചുമോനെ കളിയൊക്കെ വെച്ചിട്ട് കുറച്ച് നാൾ പിടിച്ചു വെക്കും. അതല്ലാതെ ഈ ശൈത്യ, സരിക പുറത്തു പോയി, ശാരിക, ഇങ്ങനെയുള്ള കുറച്ച്, പിന്നെ നമ്മുടെ ഒണീലേട്ടനൊന്നും വലിയ ഗെയിമൊന്നും ഇല്ലടോ. ചുമ്മാ റെനാ ഫാത്തിമയുടെ നെഞ്ചത്ത് പോയി കയറുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ റെണയ്ക്കും പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. റെണയെ പൊക്കിയെടുക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു. ഒന്നുമില്ല, ഒരു ഗെയിമും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നമുക്ക് ബാക്കി കാണാം. ഇനിയും വേറെ നൈസായിട്ടുള്ള പ്രൊമോയാണ്, കുത്തിത്തിരിപ്പൊന്നും ഇല്ലാത്ത നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രൊമോ കാണാം. ഓണക്കാലം തുടങ്ങി, നിങ്ങൾക്ക് ഒരു നല്ലൊരു കളർ ഓണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പൂക്കളുടെ പേര്? തുമ്പപ്പൂ, ജമന്തി. ഉണ്ടപ്പൂ.
എന്താ പുള്ളി വേറെ നമ്മുടെ ഓണത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവിടെ ഓണക്കാലത്തെ പൂക്കളെ കുറിച്ചൊരു പാട്ട് ഏഷ്യാനെറ്റും പിന്നെ രമ്യ നമ്പീഷനാണ് അത് പാടിയിരിക്കുന്നത്. ജസ്റ്റിൻ ആണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ട് നിങ്ങൾക്ക് കാണണം. അപ്പൊ ഇന്ന് രമ്യ നമ്പീശന്റെ ഒരു പാട്ട് ബിഗ് ബോസ് വഴി നമ്മളെല്ലാവരും കേൾക്കാൻ പോവാണ്. രമ്യ നമ്പീശൻ ഏഷ്യാനെറ്റിന് വേണ്ടി എങ്ങാണ്ട് പാടിയ ഒരു ഓണവുമായി ബന്ധപ്പെട്ടിട്ടൊരു പാട്ട്. ഓക്കെ, അതവിടെ നടക്കട്ടെ. ഈ നെവിൻ, നിങ്ങൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾക്കും നെവിനെ ഭയങ്കര കാര്യമായിരിക്കും. ഓക്കെ, പക്ഷെ ഇയാൾ എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്റർടൈനർ ആണെന്ന് അയാൾ തന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ അകത്തൊരു എന്റർടൈനറായി മാറുന്ന ഒരു വ്യക്തി. ഓക്കെ, പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് ഇവൻ ഈ കാണിക്കുന്ന എല്ലാത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓണത്തിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും പൊട്ടനാണ് ഇവൻ. അല്ല, അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ. ഇവൻ എന്താണ് എനിക്കത് മനസ്സിലായില്ല. വെള്ളത്തിൽ കൂടെ പോകുന്ന താറാവാ? താറാവാണോ? മുട്ട പോലെ എന്തൊക്കെയാ ഇവൻ പറയുന്നത്? എന്റർടൈൻമെന്റ് ഒക്കെ ഓക്കെ, പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറായിട്ട്. അവൻ്റെ ഗെയിം ആയിരിക്കാം, പക്ഷേ ആ ഗെയിം ഈ ഒരു പരിധി കൂടുതൽ നമ്മൾ മറ്റേ ജോക്കറായി പോയി കഴിഞ്ഞാണ്ടല്ലോ നാട്ടുകാർക്ക് കലിപ്പാവും, വെറുപ്പാവും. അത് മിക്കവാറും ഇവന്റെ കാര്യത്തിൽ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു പ്രൊമോവും കൂടെ നിങ്ങളുടെ ഒന്ന് കാണട്ടെ. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ ഓനീലിന് സന്തോഷം, ഡീസൽ മോള് ജയിൽ വന്നപ്പോ ഓനീലിന് ആഹ്ലാദം, പിന്നി പിന്നി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ, കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ. പേൻ 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 എന്റെ തലയിൽ പേനാണ്, അത് ആരുടെ തലയാണ്? അനുമോള്. അനുമോളുടെ പേര് വെച്ച് ആ പേൻ പരിപാടി ട്വിസ്റ്റ് ചെയ്ത് അനുമോളുടെ തലയിൽ വെച്ച് കൊടുത്തത് അക്ബർ മാമന്റെ ബുദ്ധി. അതല്ലാതെ രേണുവിന്റെ എങ്ങാനും പേര് പറഞ്ഞായിരുന്നെങ്കിൽ അടുത്ത 3 ആഴ്ചത്തേക്കുള്ള കണ്ടന്റ് ആയേനെ നമ്മുടെ രേണു ചേച്ചിക്ക്. അയ്യോ, എന്നെ പെയിൻ എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കിയേ ലാലേട്ടാ, ഞാൻ ക്ഷമിക്കൂല ലാലേട്ടാ, എന്നെ നണ്ണം കെടുത്തി ലാലേട്ടാ. ഭാഗ്യം എന്തോ അനുവിന്റെ പേരിട്ട് കൊടുത്തു, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ആവാൻ പോകുന്നില്ല. കൊള്ളാം, അക്ബറിന്റെ ഇതുപോലുള്ള ചില പാരഡി പാട്ടുകൾ ഷാരിക്കൊക്കെ ഇട്ട കഴിഞ്ഞ ദിവസം കൊടുത്തൊരു കൊട്ടുണ്ടല്ലോ, കൊള്ളാം, നല്ല രസമുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് എന്റർടൈനിങ് പരിപാടിയും കൂടെയൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഈ 3-4 പ്രൊമോ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നി. അത്രേ ഉള്ളേ, വലിയ പ്രത്യേകിച്ച് മറ്റേ മാങ്ങ പറിക്കുന്ന കാര്യമൊന്നുമില്ല. എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് നോക്കാം ലാലേട്ടൻ എന്തൊക്കെയായിരിക്കും ഇന്നെടുത്ത് ഇടാൻ പോകുന്നതെന്ന്. അപ്പം ശൈത്യമോള് പോകാനുള്ളൊരു സാധ്യത കാണുന്നു. പിന്നെ ആര്യനിട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട് അവൻ്റെ ചെറുപ്പേര്. കൊടുക്കണം അവൻ്റെ ചെറുപ്പേര്. അവൻ ആര്? അവൻ രൺബീർ കപൂർ. രൺബീർ കപൂർ അല്ല, അവൻ രൺബീർ. അപ്പോൾ എല്ലാവർക്കും സുലാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാതെ പോരുത്. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.